അഞ്ചരക്കണ്ടി BDS വിദ്യാർത്ഥി നിതിൻ രാജിൻ്റെ ആത്മഹത്യ ഒരു ഒറ്റപ്പെട്ട സംഭവമൊന്നുമല്ല. അതൊരു തുടർച്ചയുടെ ഭാഗമാണ്. ഇതിന് മുമ്പ് ഇന്ത്യ രാജ്യത്ത് ഇതേപോലുള്ള സംഭവങ്ങൾ നടക്കുന്ന സമയത്ത് നമ്മൾ വിചാരിച്ചത് അതൊന്നും കേരളത്തിൽ വരില്ല എന്നുള്ളതായിരുന്നു. അപ്പോൾ കേരളത്തിലും അത് സംഭവിച്ചു എന്നുള്ളത് നമ്മുടെ എല്ലാം മനസാക്ഷിയെ ഞെട്ടിപ്പിക്കുന്നതാണ്. ഇതിൽ യഥാർത്ഥത്തിൽ മാനേജ്മെൻ്റാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഉത്തരവാദി. ഫാക്കൽറ്റിയിലുള്ള കുറച്ച് അധ്യാപകന്മാരെ മാത്രം പിടിച്ചതുകൊണ്ട് കാര്യമായില്ല. ഈ അധ്യാപകരെ ഈ രൂപത്തിലാക്കിയതിൻ്റെ പിന്നിൽ മാനേജ്മെൻറ്റിന് വലിയൊരു പങ്കാളിത്തമുണ്ട്. ഈ മാനേജ്മെൻറ്റ് അനധികൃതമായി നിയമവിരുദ്ധമായി കുട്ടികളെ പ്രവേശിപ്പിച്ച് MBBS സീറ്റ് കൊടുത്തൊരു ഘട്ടമുണ്ടായിരുന്നു. അന്ന് ഞാൻ നിയമവകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി കൂടിയായിരുന്നു. അപ്പോൾ ആ കുട്ടികളുടെ ഭാവിയെ ഓർത്ത് ഭരണകക്ഷിയും പ്രതിപക്ഷവും യോജിച്ച് അവരെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള നിലപാടെടുത്തു. അതിനുവേണ്ടി ഞങ്ങളൊരു നിയമവും കൊണ്ടുവന്നു. ആ നിയമം നിൽക്കില്ല എന്നുള്ളത് ബഹുമാനപ്പെട്ട ഗവർണർ സൂചിപ്പിച്ചതാണ്. പക്ഷെ അദ്ദേഹം ഒപ്പിട്ട് കൊടുത്തു. ബില്ല് ആക്റ്റായി. പക്ഷേ സുപ്രീം കോടതി തള്ളി. അപ്പോൾ ഈ മാനേജ്മെൻ്റ് എന്ന് പറയുന്നത് ഏത് വഴിവിട്ട മാർഗവും സ്വീകരിക്കും എന്നുള്ളതിൻ്റെ തെളിവാണ് ഒരു കാലഘട്ടത്തിൽ കുട്ടികളെ അനധികൃതമായി പ്രവേശിപ്പിച്ചതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ഇപ്പോൾ NMC ആക്ട് പ്രകാരം മാനേജ്മെൻറ്റിനുള്ള ബാധ്യത അവർ നിർവഹിച്ചിട്ടില്ല. എല്ലാ നിബന്ധനകൾക്കും എതിരാണ് അവർ സ്വീകരിച്ച നിലപാട്. മാത്രവുമല്ല, യൂണിവേഴ്സിറ്റിക്ക് ഇതിലൊരു മേൽനോട്ടമുണ്ട്. യൂണിവേഴ്സിറ്റിയാണ് അഫിലിയേഷൻ കൊടുക്കുന്നത്. പക്ഷേ യൂണിവേഴ്സിറ്റിയുടെ VC മോഹനൻ കുന്നുമലായിപ്പോൾ അദ്ദേഹം തന്നെയായിരുന്നു മുമ്പ് സംസ്കൃത സർവകലാശാലയുടെ VCയും. ഇപ്പോഴും അദ്ദേഹത്തിന് തന്നെയാണ് ചുമതല. അപ്പോൾ ഈ മോഹനൻ കുന്നുമലിനെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചോദ്യം ചെയ്യേണ്ടതായിട്ടുണ്ട്. കാരണം VCക്ക് നിരവധി കത്തുകൾ കുട്ടികൾ അയച്ചിട്ടുണ്ട്. മാനേജ്മെൻറ്റിനായ പ്രിൻസിപ്പാളിനും അയച്ചതിന് പുറമെ VCക്കും അയച്ചിട്ടുണ്ട്. ആ VC ഇതിൻ്റെ മുകളിൽ എന്ത് നിലപാട് സ്വീകരിച്ചു എന്നുള്ളത് വ്യക്തമാക്കണം. ഇപ്പോൾ കേരള സർവകലാശാലയിലെ സംസ്കൃത അധ്യാപികയിൽ നിന്ന് ജാതി വിവേചനത്തിൻ്റെ ഭാഗമായി PhD ഇല്ലാതാക്കിയൊരു സംഭവം ഉണ്ടായിരുന്നു, വിപിൻ വിജയൻ്റെ. മാത്രമല്ല, അതിൻ്റെ ഭാഗമായി ഒരിക്കലും സ്വീകരിക്കാൻ പറ്റാത്ത നിലപാടാണ് VCയും സ്വീകരിച്ചതെന്ന്. അതിനനുസരിച്ചിട്ടാണ് അവിടെയുള്ള ഡോക്ടർ CN വിജയകുമാരി നടപടി സ്വീകരിച്ചത്. എല്ലാ അർത്ഥത്തിലും ആ കുട്ടിക്ക് PhD കൊടുക്കേണ്ടതാണ് എന്ന് ഓപ്പൺ ഡിസ്കഷൻ്റെ ഭാഗമായി ഈ വിപിൻ വിജയൻ്റെ റിപ്പോർട്ട്, അനുകൂലമായിട്ടുള്ള റിപ്പോർട്ട് സമിതി ചെയർമാൻ അനിൽ പ്രതാപ് ഗിരി PhDക്ക് ശുപാർശ ചെയ്തിട്ട് ആ ശുപാർശയാണ് ഈ ഒരു ധിക്കാരിയായിട്ടുള്ള ഒരു വനിതാ ഡോക്ടർ CN വിജയകുമാരി റദ്ദ് ചെയ്തത്. ആ റദ്ദ് ചെയ്ത നടപടിക്കെതിരായി VCക്ക് പരാതി കൊടുത്തിട്ട് പോലും, VC എന്ന് പറയുന്നത് മോഹനൻ കുന്നുമൽ, ഈ വനിതാ ഡോക്ടർ അവർ VCയെ സ്വാധീനിച്ച് PhD തടഞ്ഞു. അപ്പോൾ യഥാർത്ഥത്തിൽ അന്ന് ഈ കേരളത്തിൻ്റെ മനസാക്ഷി തട്ടി ഉണരേണ്ടതാണ്. ഒരു പട്ടികജാതിയിൽപ്പെട്ട ഒരു കുട്ടി സംസ്കൃതം പഠിക്കാൻ പാടില്ല, അത് വേദഭാഷയാണ്. ഞാൻ ഉള്ളിടത്തോളം കാലം നിനക്ക് PhD തരില്ല എന്നാണ് ഈ ധിക്കാരിയായ അധ്യാപിക ഈ കുട്ടിയോട് പറഞ്ഞത് എന്നുള്ളത് പത്രങ്ങളിൽ വന്ന വാർത്തയാണ്. അതിനനുകൂലമായ നിലപാടാണ് VC മോഹനൻ കുന്നുമൽ എടുത്തത്. അദ്ദേഹം തന്നെയാണ് ഈ രണ്ട്
സർവകലാശാലകളുടെയും ഉത്തരവാദി വൈസ് ചാൻസലർ, ഒന്ന് മെഡിക്കൽ സർവകലാശാല, മറ്റ് സംസ്കൃത സർവകലാശാല. അപ്പം ഇദ്ദേഹം VC ആയിരിക്കുന്നിടത്തോളം കാലം ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമെന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. അപ്പം ഇത് ആവർത്തിക്കാതിരിക്കണമെങ്കിൽ ശക്തമായിട്ടുള്ള നിലപാട് പോലീസ് സ്വീകരിക്കണം. ഭരണകക്ഷിയും പ്രതിപക്ഷവും ഇക്കാര്യത്തിൽ യോജിക്കണം. അതിൻ്റെ ഭാഗമായ ഈ ഒരു റാം എന്ന് പറയുന്ന ഒരു അധ്യാപകനെ അവിടുന്ന് പുറത്താക്കി രക്ഷപ്പെടാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് അനുവദിച്ചുകൂടാ. മാത്രമല്ല, ഇതിനെ ഇപ്പോൾ മറ്റൊരു തലത്തിലേക്ക് വഴിവിട്ട് കൊണ്ടുപോകാനുള്ള ശ്രമവും നടക്കുന്നുണ്ട്. ഈ കുട്ടി ഒരു ലോൺ എടുത്തിരുന്നു, ഓൺലൈൻ ലോണാണ്. ആ ലോണുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ഈ ആത്മഹത്യക്ക് കാരണമെന്നുള്ള ഒരു കള്ളപ്രചരണവും നടത്തുന്നുണ്ട്. അപ്പോൾ ഇതിനെ വഴിവിട്ട് വേറൊരു ദിശയിലേക്ക് കൊണ്ടുപോകാനുള്ള ഗൂഢാലോചനയെ നടത്തുന്നുണ്ട്. അതുകൊണ്ട് ബഹുമാനപ്പെട്ട DGP നേരിട്ട് ഇടപെട്ട് ശക്തമായിട്ടുള്ള നിലപാട് സ്വീകരിച്ച് ഈ പ്രിൻസിപ്പാളെയും അതുപോലെ തന്നെ മാനേജ്മെൻറ്റിൻ്റെ പ്രതിനിധിയെയും VCയെയും ചോദ്യം ചെയ്യണം. അല്ലാതെ അവരെയൊക്കെ ഒഴിവാക്കി ഒന്നോ രണ്ടോ അധ്യാപകരുടെ പേരിൽ മാത്രം നടപടിയെടുത്താൽ അവസാനിപ്പിക്കാൻ പറ്റുന്നതല്ല ഇത്. ഈ അധ്യാപകനെ സംബന്ധിച്ച് നിരവധി പരാതികൾ ഡോക്ടർ MK റാമിനെ കുറിച്ച് എത്രയോ പരാതികൾ മുമ്പ് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ മൂടി വെക്കുകയാണ് ചെയ്തത്. അതിൻ്റെ ദുരന്താണ് ഇന്ന് അനുഭവിക്കുന്നത്. ഒരു ഘട്ടം കഴിഞ്ഞാൽ നമ്മുടെ നിയന്ത്രണത്തിൽ ഈ വികാരം നിൽക്കില്ല എന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കണം. ഈ പാവപ്പെട്ട അടിസ്ഥാന വിഭാഗത്തെ കഴിവുണ്ടായിട്ട് പോലും, ഈ കുട്ടി മെറിറ്റിലാകുന്നത് മാനേജ്മെൻറ്റ് കോട്ടയിൽ വന്നൊന്നല്ല, മെറിറ്റിൽ വന്നൊരു കുട്ടിയോടാണ് ഇത്രയും ക്രൂര കൃത്യങ്ങൾ ചെയ്യുന്നത്. ഉത്തരേന്ത്യയിലെ സംഭവങ്ങൾ ഇവിടെയും വ്യാപിക്കുകയാണ്. ഇത് ആശയ തലത്തിലുള്ള, അക്കാദമിക തലത്തിലുള്ള ഒരു സംഘപരിവാറിൻ്റെ നുഴഞ്ഞു കയറ്റത്തിൻ്റെ സ്വാധീനം കൂടി ഇതിലുണ്ട്. അതാണിതിങ്ങനെ വരുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം. അപ്പോൾ അടിയന്തരമായും ഗവൺമെൻറ് ശക്തമായിട്ടുള്ള നിലപാട് സ്വീകരിക്കണം. ഭരണപ്രതിപക്ഷ ഭേദമന്യേ ഇതിനോട് യോജിക്കണം. ഇവരെ, ഞാൻ നേരത്തെ സൂചിപ്പിച്ച ആൾക്കാരെ ചോദ്യം ചെയ്ത് തുടർ നടപടികൾ സ്വീകരിക്കണം.